അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമ്മുടെ ശാരീരികമായ മാനസികമായ പല വെല്ലുവിളികൾക്കുമുള്ള ഒരു ബോഡിയുടെ റെസ്പോൺസ് എന്ന രീതിയിൽ നമുക്കുണ്ടാകുന്ന ഒരു മെന്റൽ സ്റ്റേജാണ് യഥാർത്ഥത്തിൽ സ്ട്രെസ് എന്ന് പറയുന്നത്. പലപ്പോഴും ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയം, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം, അല്ലെങ്കിൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ നമ്മെ സ്ട്രെസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും അത് കാരണം തലവേദനയും ഇൻസോംനിയ പോലുള്ള ഉറക്കമില്ലാത്ത അവസ്ഥയും മറ്റൊക്കെ കണ്ടുവരാറുണ്ട്. അത്തരം വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ആ ഒരു പ്രയാസത്തിൽ നിന്ന് മോചനം വേണമെന്ന് താല്പര്യപ്പെടുന്നവരോട് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, കൃത്യമായി നമ്മുടെ സമയത്തെ, ടൈമിനെ ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. സമയത്തെ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പല വിഷയങ്ങളിലും പറഞ്ഞ ഒരു ഡെയിലി റൊട്ടീൻ കൃത്യമായിട്ട് ഫോളോ അപ്പ് ആക്കുക എന്ന് നമ്മൾ പറയേണ്ടായി. അത് തന്നെയാണ് ഇവിടെയും ഓർമ്മിപ്പിക്കുന്നത്. ടൈം മാനേജ്മെന്റ് ഒന്നുകൂടെ നമ്മളൊരു കാര്യം കൃത്യമായി ഇത്ര സമയത്തുള്ളിൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരാളുടെ കാണാൻ വേണ്ടി പോകണമെന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി പാലിക്കുകയും പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുകയും അങ്ങനെ സമയത്തെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ചില ടാസ്കുകൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ടാകും, വായനയുണ്ടാകും, അതുപോലെ തന്നെ ചിലപ്പോൾ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം ഉണ്ടാകും. അത്തരം സമയങ്ങളൊക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതൊക്കെ പലതും ഡിപ്പെൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ടാസ്കുകൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക. അതോടൊപ്പം നമ്മളൊരു റെഗുലർ ആയിട്ടുള്ള ബ്രേക്ക് ജീവിതത്തിൽ എടുക്കാൻ ശ്രമിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ, അതല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഫാമിലിയെ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഒരു ഔട്ടിങ്, കൂടുതൽ എക്സ്പെൻസസ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ചെലവ് വരുന്ന ഒരു യാത്ര പോകണം എന്നല്ല, സാധ്യമാകുന്നത് പോലെ അടുത്തുള്ള ഒരു സീഷോറിലേക്കോ അതല്ലെങ്കിൽ ഒരു പുഴയുടെ തീരത്തൊക്കെ പോയിട്ട് കുറച്ച് സമയം മനസ്സ് ഫ്രീ ആകുന്ന രീതിയിൽ അവിടെ പോയിട്ടൊരു റെഗുലർ ബ്രേക്കുകൾ എടുക്കുക. ഇതെല്ലാം സ്ട്രെസ്സിൽ നിന്ന് മോചനം കിട്ടാൻ സഹായകമാകും. ഇൻഷാ അല്ലാഹ് ഇത്തരം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ബന്ധപ്പെടുക, കോൺടാക്ട് ചെയ്യുക, നേരിൽ കാണാം, സംസാരിക്കാം, പരിഹാരം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.